പവർ ബി ഐയില് മന്ത് ഓൺ മന്ത് വേരിയൻസ് എങ്ങനെ കാണിക്കുന്നതിന് അതായത് മന്ത് ഓൺ മന്ത് ഓൺ ദ റോ ഫസ്റ്റ് ജനുവരി തൊട്ട് ജൂലൈ വരെയുള്ള മാസത്തിലെ സെയിൽസും അതിനുശേഷം പ്രീവിയസ് മന്തിനെ ബേസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ വേരിയൻസസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് കാണിക്കാനുള്ള ഫോർമുല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ആദ്യം ഡേറ്റ ഒന്ന് കാണിക്കാം. ടേബിൾ ഫോർമാറ്റിൽ പോകാം. രണ്ട് കോളമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ കാര്യത്തിൽ. അതിൽ ഒന്ന് ഡേറ്റ്, വോളിയം ടേക്കൺ, ഈ രണ്ട് കോളം വെച്ചിട്ട് നമുക്ക് ഇതിപ്പം 6 months വർത്ത് ഓഫ് ഡേറ്റ ഉണ്ട് ഇതിൽ. 1st January to 30th June 2025. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഡേറ്റ വോളിയം ടേക്കൺ. അപ്പോൾ ഈ രണ്ട് കോളം മതിയാവും. വിഷ്വലി പോകാം. മെട്രിക്സ് ഒരു പിവറ്റ് ടേബിൾ പോലെ ആണല്ലോ. മെട്രിക്സ് എടുക്കാം. ഒന്ന് കറണ്ട് മന്ത് ആസ് എ മെഷർ ഉണ്ടാക്കണം ഒരു ടോട്ടൽ സെയിൽസിന് വേണ്ടിയിട്ട്. അതിനുശേഷം പ്രീവിയസ് മന്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് മന്തിന്റെ ഒരു മെഷർ എടുക്കണം. അപ്പോൾ 2 മെഷറായി. പിന്നെ മൂന്നാമത് ഈ രണ്ടിന്റെയും കൂടെ വേരിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, ഓൾറെഡി ഞാൻ മെഷറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഏജന്റ് ടേബിൾ, ന്യൂ മെഷർ, ടോട്ടൽ സെയിൽസ്, സം ഫംഗ്ഷൻ, സെയിൽസ് ഓഫ് വോളിയം, ടേക്കൺ. ഏജന്റ് ഡേറ്റ ടേബിളിലെ വോളിയം ടേക്കൺ എന്ന് പറഞ്ഞ ഫോം എൻ്റർ ചെയ്യാം. അപ്പോൾ ടോട്ടൽ സെയിൽസ് ആയിട്ടുണ്ട് ഇവിടെ. ടോട്ടൽ സെയിൽസ് ഓക്കെ. ഇനി പ്രീവിയസ് മന്തിന്റെ ഒരു മെഷർ ആദ്യം ഇതൊന്ന് കാണിക്കുക. ഇതിവിടെ എങ്ങനെ ആഡ് ചെയ്യുന്നത്. ആദ്യം ഡേറ്റ് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഡേറ്റിന്റെ ഒരു ഹയറാർക്കി ഉണ്ടാക്കി. ഡേറ്റ് ഹയറാർക്കി നമ്മുടെ ഡേറ്റ കണ്ടു. ഓൾറെഡി ഡേറ്റ ഡേറ്റ് വൈസ് ആണ്, പക്ഷെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഡേറ്റ് ഹയറാർക്കി പവർ ബി ഡിറ്റക്ട് ചെയ്തിട്ട് ഇയർ, ക്വാർട്ടർ, മന്ത് ആൻഡ് ഡേ വൈസ് അതിന്റെ ക്ലബിങ് ചെയ്തു. അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം ഓട്ടോമാറ്റിക് സംഭവിച്ചില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ഹയറാർക്കി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഓട്ടോമാറ്റിക് ഇതിങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്തോളും. നമ്മൾ എക്സലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇയർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കോളം അവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ പവർ ബിയിൽ ഇത് ഓട്ടോമാറ്റിക് ഇവരത് ക്ലബ് ചെയ്ത് ഉണ്ടാക്കി തരും. ചെയ്തില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഹയറാർക്കി എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് മന്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മന്ത് ആയിട്ടൊരു കോളം അഡീഷണലി ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡേറ്റ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഹയറാർക്കി പ്രകാരം എല്ലാം സെലക്ട് ആയതുകൊണ്ട്, ഒറ്റ അടിക്ക് തന്നെ എല്ലാം സെലക്ട് ആയതുകൊണ്ട് നമുക്ക് വേണ്ടാത്തത് എടുത്ത് കളയാം. ഈ വിഷ്വലിന്റെ പ്രോപ്പർട്ടീസ് ക്വാർട്ടർ എടുത്ത് കളയാം. എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പം മന്തേ കാണത്തുള്ളൂ. ഓക്കെ, മന്ത് സൂം ചെയ്യാൻ മന്ത് വൈസ് വേരിയൻസ് ആണല്ലോ വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് സെയിൽസിന്റെ നമ്മളിപ്പം ചെയ്ത ടോട്ടൽ സെയിൽസിന്റെ മെഷർ നമുക്ക് എടുക്കാം. അപ്പോൾ ടോട്ടൽ സെയിൽസും വന്നിട്ടുണ്ട് ഇവിടെ, ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള. അത് ഓട്ടോമാറ്റിക് സബ് ടോട്ടലും വരും, മാസമുള്ള സെയിൽസും സം ചെയ്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ സം എന്നുള്ള മെഷർ യൂസ് ചെയ്തത്. അപ്പം ഈ ടേബിളിന്റെ ഡയമെൻഷൻ അനുസരിച്ച് അത് റിഫ്ലക്ട് ചെയ്യും. സെയിം ലൈക്ക് പിവറ്റ് ടേബിൾ എക്സലില്. ഇനി നമുക്ക് പ്രീവിയസ് മന്തിന്റെ ആ ഒരു മെഷർ കൊണ്ട് ഉണ്ടാക്കാം. അതായത് ഫെബ്രുവരിയിൽ നോക്കുമ്പോൾ നമുക്ക് ഫെബ്രുവരിയിലെ സെയിൽസും ജനുവരിയിലെ സെയിൽസുമായിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കണം. അപ്പം നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള കോളം കൊണ്ടുവന്നിട്ട് ഫെബ്രുവരിക്ക് ബറാബറായിട്ട് ജനുവരിയിലെ ഈ 229,658 എന്നുള്ളത് ഇവിടെ വരണം. സെയിം മാർച്ചിൽ ഇങ്ങനെ ആകുമ്പോൾ ഫെബ്രുവരിയിൽ സെയിൽസ് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അതിനുശേഷം നമുക്ക് വേരിയൻസ് കൊണ്ടുവരാം. അപ്പോൾ അഡീഷണലി ഒരു മെഷറും കൂടെ ചെയ്യണം. പ്രീവിയസ് മന്ത്
വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷറാണ് പ്രീവിയസ് മന്ത് എന്ന് പറയുന്നത്. അപ്പം പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെഷർ ക്രിയേറ്റ് ചെയ്യാം. പ്രീവിയസ് മന്ത് സെയിൽസ്, ഓക്കെ, is equal to, let's calculate total sales, ഓക്കെ, എക്സ്പ്രഷൻ ടോട്ടൽ സെയിൽസ് ആയി മാറി. അതിനുശേഷം ഫിൽറ്ററിൽ എന്താണ് ഫിൽറ്റർ ചെയ്യേണ്ടത്? ബൈ പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞത് കൺഫ്യൂസ് ആവരുത്. പ്രീവിയസ് മന്ത് ഇത് വേറെ, ഞാൻ വേറൊരു മെഷർ ഉണ്ടാക്കിയതാണ്. പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ, എഫ് എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ പ്രീവിയസ് മന്ത് ബൈ പ്രീവിയസ് മന്തിന്റെ ആർഗ്യുമെന്റ് പറയുന്നത് ഡേറ്റ്സ് കൊടുക്കുക. അപ്പൊ ഡേറ്റിന്റെ കോളം ഏതാണ്? ഡേറ്റ് ഇവിടെ ഉണ്ട്. ഇത് ബൈ ഡേറ്റ്, കാരണം നമ്മൾ റോയിൽ കണ്ടു കഴിഞ്ഞത് ഡേറ്റ് വൈസ് ആണ്, മാസമല്ല, ഡേറ്റ് വൈസ്. അപ്പം ഡോട്ട് ഡേറ്റ്, ഇപ്പൊ ഏജന്റ് ഡേറ്റ ഡേറ്റ് കോളം ഡോട്ട് ഡേറ്റ് ആണ് ഫോർമാറ്റ്. ഇത് അടയ്ക്കുക, 2 ബ്രാക്കറ്റ്. പ്രീവിയസ് മന്തിന്റെ സെയിൽസും ആയിട്ടുണ്ട് ഇവിടെ. ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പ്രീവിയസ് മന്ത് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരിയിൽ ജനുവരിയുടെ സെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്, മാർച്ചിൽ ഫെബ്രുവരിയുടെ സെയിൽസ് വന്നിട്ടുണ്ട്, ജൂലൈയിൽ അഡീഷണൽ ആയിട്ടൊരു കോളം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ജൂണിലെ നമ്പർ കൊണ്ടുവരാൻ വേണ്ടി. നമുക്ക് ഐഡിയലി ആവശ്യമില്ല, അത് നമുക്ക് മന്ത് ഓൺ മന്തിന്റെ വേരിയൻസ് ചെയ്യുമ്പോൾ നമുക്കത് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ 2 ഡേറ്റ ആയിട്ടുണ്ട്. ഇനി തേർഡ് ആൻഡ് ഫൈനൽ മെഷർ ചെയ്യാം, എം കാണിക്കാൻ വേണ്ടിയിട്ട്. സോ month on month variance percentage is equal to total sales minus previous sales divided by previous sales. അങ്ങനെയല്ല എൻ്റെ വേരിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിവൈഡ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ന്യൂമറേറ്റർ ടോട്ടൽ സെയിൽസ് മെഷർമെന്റ് എടുത്തു, മൈനസ് ന്യൂമറേറ്റർ തന്നെ നമ്മൾ ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇവൻ ദോ മൈനസ് എന്ന് പറഞ്ഞാൽ കോമ ചെയ്യുന്നിടം വരെ ന്യൂമറേറ്റർ തന്നെ ആയിരിക്കും. ടോട്ടൽ സെയിൽസ് മൈനസ് പ്രീവിയസ് മന്ത് സെയിൽസ്, ഓക്കെ, ദെൻ കോമ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് പ്രീവിയസ് മന്ത് സെയിൽസ്. പിന്നെ എറർ വല്ല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഇത് രണ്ടും ചെയ്യുമ്പോൾ എററോ വല്ലതും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 0 കൊടുത്തേക്കും. സോ ഐ ഹോപ്പ് ഇത് വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം മന്ത് ഓൺ മന്തിന്റെ വേരിയൻസ് മെഷറും നന്നായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യാം? ഇതിൽ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ മെഷർ, കാരണം ഇത് പെർസെൻറ്റേജിലല്ല വരുന്നത്, ഇത് നോർമൽ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റിലാണ് വരുന്നത്. നമുക്കിത് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്യുക. ഓൾറെഡി സെലക്റ്റഡ് ആണ് ഇപ്പോൾ നമ്മുടെ കേസിൽ. അതിനുശേഷം പെർസെൻറ്റേജ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. സോ ഫെബ്രുവരിയിലെ വേരിയൻസ് മൈനസ് ആയിട്ടാണ്, മാർച്ചിൽ ഉള്ള സെയിൽസ് പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ അത് പോസിറ്റീവായി മാറി 10%. ഇവിടെ മൈനസ് ആണ്, കാരണം കറണ്ട് സെയിൽസ് പ്രീവിയസിനെ അപേക്ഷിച്ച് കുറവാണ്, -3. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൂടെ കൊടുക്കാം. എങ്ങനെ ചെയ്യുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ്? ഇതിപ്പോൾ മൈനസും പ്ലസും അറിയുന്നത് എങ്ങനെയാണ്? മന്ത് ഓൺ മന്ത് വേരിയൻസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരുന്നില്ലല്ലോ എനിക്ക്. ഞാൻ വിഷ്വൽസിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു, ചെറുതാക്കി വിഷ്വൽസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വരുന്ന ഈ കോളത്തിൽ മന്ത് ഓൺ വേരിയൻസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ മെഷറിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, മേ ബി ഡേറ്റ ബാർ. പോസിറ്റീവായിട്ടുള്ളതിന് ഗ്രീൻ കളർ കൊടുക്കാം, നെഗറ്റീവായിട്ടുള്ളതിന് മേ ബി റെഡ് കളർ കൊടുക്കാം, അല്ലേ? റെഡ് കളർ. ഓഹോ, വേണ്ടല്ലേ? ഇത് നമുക്ക് ഹൈഡ് ചെയ്യണമല്ലോ.
മന്ത് ഓൺ മന്ത് വേരിയൻസ്. ഇത് നമ്മുടെ റെഡ് കളർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം ജൂലൈയിലെ ഡേറ്റ ഇല്ല, പക്ഷേ പ്രീവിയസ് മന്ത് കാണിക്കുന്നുണ്ടാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഫിൽറ്റർ month. We can remove, select all and remove July. പോയല്ലോ. അല്ലെങ്കിൽ നമുക്കതിൽ ഇഫ് കണ്ടീഷൻ ഉണ്ടാകണം. ഐ തിങ്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പ്രീവിയസ് മേളിൽ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ പ്രീവിയസ് ആൻഡ് കറണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ കാണാൻ എളുപ്പമാണ്. പ്രീവിയസ് മന്തിൽ 22 ആണ്, 20 ആണ്, അപ്പോൾ -9. അപ്പോൾ 3 മെഷർ വേണം. ടോട്ടൽ സെയിൽസ്, previous month sales, and then month on month variance. Okay.